ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു പ്രധാന ഓർമ്മയെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഈ പേര് അത്ര പരിചിതമായിരിക്കില്ല. ഞാൻ പറയുന്നത് നൊവിനോ എന്ന ബാറ്ററിയെക്കുറിച്ചാണ്. കറുപ്പും സ്വർണ്ണ നിറവും കലർന്ന ആ ബാറ്ററി ഓർമ്മയുണ്ടോ? നമ്മുടെ റേഡിയോകളിലും ടോർച്ചുകളിലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ നൊവിനോ ബാറ്ററിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊരു വലിയ കഥയാണ്. അതൊരു വിജയത്തിന്റെ കഥയാണ്, ഒപ്പം മാറ്റത്തിന്റെ കഥയുമാണ്. നമുക്ക് ആ കഥ ഒന്ന് പരിശോധിക്കാം. ഈ കഥ ആരംഭിക്കുന്നത് 1972-ലാണ്. ഇന്ത്യയിലെ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഡി ലഖൻപാൽ എന്ന വ്യവസായിയാണ് ഈ കഥയിലെ നായകൻ. അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ബാറ്ററികൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ വിദേശ കമ്പനികളുടെ ബാറ്ററികൾക്കായിരുന്നു ഡിമാൻഡ്. എന്നാൽ സ്വന്തമായി ഒരു ഇന്ത്യൻ കമ്പനി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം സഹായം തേടിയത് ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിലെ പ്രശസ്തമായ ഇലക്ട്രോണിക്സ് കമ്പനിയാണ് മത്സുഷിത ഇലക്ട്രിക് ഇൻഡസ്ട്രിയൽ കമ്പനി. നാഷണൽ പാനസോണിക് എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന കമ്പനിയാണിത്. ഡി ലഖൻപാൽ ഈ ജാപ്പനീസ് കമ്പനിയുമായി കൈകോർത്തു. അങ്ങനെ 1972-ൽ വഡോദര ആസ്ഥാനമായി ഒരു പുതിയ കമ്പനി പിറന്നു. അതിന്റെ പേരായിരുന്നു ലഖൻപാൽ നാഷണൽ ഇൻഡസ്ട്രീസ്. ഇതൊരു സംയുക്ത സംരംഭമായിരുന്നു. ലഖൻപാൽ കുടുംബവും ജപ്പാനിലെ മാത്സുഷിത കമ്പനിയും ചേർന്നാണ് ഇത് തുടങ്ങിയത്. കമ്പനി തുടങ്ങിയെങ്കിലും അവർ പുറത്തിറക്കിയ ബാറ്ററിക്ക് ഒരു പേര് വേണമായിരുന്നു. അക്കാലത്ത് വിപണിയിൽ എവറഡി, നിപ്പോ തുടങ്ങിയ വമ്പന്മാരുണ്ടായിരുന്നു. അവരോട് മത്സരിക്കാൻ നല്ലൊരു പേര് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നൊവിനോ എന്ന പേര് അവർ കണ്ടെത്തിയത്. 1973-ൽ വഡോദരയിലെ ഫാക്ടറിയിൽ നിന്ന് ആദ്യത്തെ നൊവിനോ ബാറ്ററികൾ പുറത്തിറങ്ങി. തുടക്കത്തിൽ സാധാരണ ബാറ്ററികളാണ് അവർ നിർമ്മിച്ചത്. എന്നാൽ ജാപ്പനീസ് സാങ്കേതികവിദ്യ അവരുടെ കൈവശമുണ്ടായിരുന്നു. അതിനാൽ ബാറ്ററികൾക്ക് മികച്ച ഗുണനിലവാരമുണ്ടായിരുന്നു. വഡോദരയിലെ മകർപുര എന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ പ്രധാന ഫാക്ടറി. അക്കാലത്ത് ആ പ്രദേശം അത്ര വികസിച്ചിരുന്നില്ല. നൊവിനോ ഫാക്ടറി വന്നതോടെ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ ജോലി ലഭിച്ചു. ഗുജറാത്തിലെ ഒരു പ്രധാന വ്യവസായമായി നൊവിനോ വളർന്നു. 1980-കളിലേക്കും 90-കളിലേക്കും എത്തിയപ്പോൾ നൊവിനോ ഇന്ത്യയിലെ വീടുകളിലെ ഒരു അംഗമായി മാറി. ഇതിന് പ്രധാനമായും 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവരുടെ ഗുണനിലവാരമാണ്, മറ്റൊന്ന് അവരുടെ പരസ്യങ്ങൾ. പഴയ കാലത്ത് ബാറ്ററികൾ പെട്ടെന്ന് ചോർന്നു പോകുമായിരുന്നു. ബാറ്ററി ചോർന്നാൽ അത് ടോർച്ചിനെയും റേഡിയോയെയും നശിപ്പിക്കും. ഇതിനൊരു പരിഹാരവുമായാണ് നൊവിനോ വന്നത്. അവർ മെറ്റൽ ജാക്കറ്റുള്ള ബാറ്ററികൾ കൊണ്ടുവന്നു. അതായത് ബാറ്ററിയുടെ പുറംഭാഗം ലോഹം കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. ഇത് ചോർച്ച ഒഴിവാക്കാൻ സഹായിച്ചു. ജനങ്ങൾക്കിത് വലിയ ആശ്വാസമായി. വില കൂടിയ ടേപ്പ് റെക്കോർഡറുകളിലും ക്യാമറകളിലും ഉപയോഗിക്കാൻ ധൈര്യമായി ആളുകൾ നൊവിനോ വാങ്ങി. പിന്നീട് അവർ നൊവിനോ ഗോൾഡ് എന്ന പേരിൽ പുതിയ ബാറ്ററി ഇറക്കി. ഇത് വലിയ വിജയമായി. സാധാരണ ബാറ്ററിയേക്കാൾ കൂടുതൽ ചാർജ് ഇതിൽ നിൽക്കുമായിരുന്നു. ഇതിന്റെ പരസ്യവാചകങ്ങൾ ഇന്നും പലർക്കും ഓർമ്മയുണ്ടാകും. ടിവിയിലും റേഡിയോയിലും നൊവിനോയുടെ പരസ്യങ്ങൾ നിറഞ്ഞു നിന്നു. കുട്ടികൾക്കായി അവർ ചെറിയ സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതികളും നടത്തിയിരുന്നു. അങ്ങനെ എവറഡി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി കമ്പനിയായി ലഖൻപാൽ നാഷണൽ മാറി. എന്നാൽ കാര്യങ്ങൾ എപ്പോഴും സുഗമമായിരുന്നില്ല. വിപണിയിൽ കടുത്ത മത്സരമുണ്ടായിരുന്നു. നിപ്പോ ബാറ്ററികൾ അക്കാലത്ത് ശക്തമായ എതിരാളിയായിരുന്നു. നിപ്പോയും ജാപ്പനീസ് സഹകരണത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ സാങ്കേതിക വിദ്യയിൽ അവർ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇതിനിടയിൽ ചില നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടായി. നൊവിനോ ബാറ്ററികളുടെ പരസ്യത്തിൽ നാഷണൽ പാനസോണിക് ജപ്പാനുമായി സഹകരിച്ച് നിർമ്മിക്കുന്നത് എന്ന് കാണിച്ചിരുന്നു. ഇത് ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. നൊവിനോ എന്നത് നാഷണൽ പാനസോണിക്കിന്റെ നേരിട്ടുള്ള ഉൽപ്പന്നമാണോ എന്ന് ആളുകൾ സംശയിച്ചു. ഇതിനെതിരെ എതിരാളികൾ കോടതിയിൽ പോയി. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അഥവാ MRTP കമ്മീഷൻ എന്ന സർക്കാർ സംവിധാനം ഇതിൽ ഇടപെട്ടു. പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചില വിധികൾ വന്നു. എന്നാൽ സുപ്രീം കോടതി വരെ ഈ കേസ് പോയി. ലഖൻപാൽ നാഷണലിന് ജപ്പാനിലെ കമ്പനിയുമായി കരാർ ഉള്ളതിനാൽ ആ പേര് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് വാദങ്ങളുണ്ടായി. എങ്കിലും ഈ തർക്കങ്ങൾ കമ്പനിയെ ബാധിച്ചു. 1991-ൽ ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം നടന്നു. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ നേരിട്ട് ബിസിനസ് ചെയ്യാൻ അവസരം ലഭിച്ചു. ഇത് നൊവിനോയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായി. അതുവരെ ജപ്പാനിലെ മാത്സുഷിത കമ്പനിക്ക് ലഖൻപാൽ നാഷണലിൽ കുറഞ്ഞ ഓഹരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിയമങ്ങൾ മാറിയതോടെ അവർക്ക് കൂടുതൽ ഓഹരികൾ വാങ്ങാൻ സാധിച്ചു. ജപ്പാനിലെ മാതൃ കമ്പനിക്ക് ലോകമെമ്പാടും പാനസോണിക് എന്ന ഒറ്റ പേരിൽ അറിയപ്പെടാനായിരുന്നു താല്പര്യം. ഓരോ രാജ്യത്തും ഓരോ പേരിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. നാഷണൽ എന്നും പാനസോണിക് എന്നും 2 പേരുകൾ അവർക്കുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പാനസോണിക് എന്ന ഒറ്റ ബ്രാൻഡിലേക്ക് മാറാൻ അവർ തീരുമാനിച്ചു. ഈ തീരുമാനം ഇന്ത്യയിലെ നൊവിനോയെയും ബാധിച്ചു. ലഖൻപാൽ കുടുംബത്തിന് കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു വന്നു. ജപ്പാനിലെ കമ്പനി കൂടുതൽ പണം മുടക്കി ഓഹരികൾ സ്വന്തമാക്കി. ഇതോടെ കമ്പനിയുടെ നിയന്ത്രണം പൂർണ്ണമായും ജപ്പാൻകാരുടെ കയ്യിലായി. അവർക്ക് നൊവിനോ എന്ന പേരിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല.
അവർക്ക് വേണ്ടത് അവരുടെ സ്വന്തം ബ്രാൻഡായ പാനസോണിക് ഇന്ത്യയിൽ വളർത്തുക എന്നതായിരുന്നു. 2000-ങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കമ്പനിയുടെ പേര് തന്നെ മാറ്റാൻ അവർ തീരുമാനിച്ചു. അതുവരെ ലഖൻപാൽ നാഷണൽ എന്നായിരുന്നു കമ്പനിയുടെ പേര്. അത് മാറ്റി മൽസുഷിത ലഖൻപാൽ ബാറ്ററി ഇന്ത്യ എന്നാക്കി. പിന്നീട് അതും മാറ്റി 2004-ൽ പാനസോണിക് ബാറ്ററി ഇന്ത്യ എന്ന് പേര് മാറ്റി. അവസാനം അത് പാനസോണിക് എനർജി ഇന്ത്യ എന്നായി മാറി. കമ്പനിയുടെ പേര് മാറിയതോടെ ഉൽപ്പന്നത്തിന്റെ പേരും മാറാൻ തുടങ്ങി. നൊവിനോ എന്ന പേര് മെല്ലെ മെല്ലെ അവർ ഒഴിവാക്കി. നൊവിനോ ഗോൾഡ് എന്ന പേരിൽ വിറ്റിരുന്ന ബാറ്ററികൾ പാനസോണിക് എന്ന പേരിൽ വരാൻ തുടങ്ങി. കുറച്ചു കാലം നൊവിനോ പാനസോണിക് എന്ന പേരിൽ ബാറ്ററികൾ വിപണിയിൽ കണ്ടു. എന്നാൽ അധികം വൈകാതെ നൊവിനോ എന്ന വാക്ക് പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. നൊവിനോ എന്ന ബ്രാൻഡിന് ഇന്ത്യയിൽ വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നിർത്തിയാൽ കച്ചവടം കുറയും. അതിനാൽ വളരെ സാവധാനമാണ് അവർ ആ പേര് മാറ്റിയത്. ഒടുവിൽ നൊവിനോ എന്ന പേര് ചരിത്രത്തിന്റെ ഭാഗമായി. ഇന്ന് നമ്മൾ കടയിൽ ചെന്നാൽ കാണുന്ന പാനസോണിക് ബാറ്ററികൾ പഴയ നൊവിനോ കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. പക്ഷേ പേര് മാറി എന്ന് മാത്രം. വഡോദരയിലെ ഫാക്ടറിക്ക് എന്ത് സംഭവിച്ചു? പലരും ചോദിക്കാറുണ്ട്, നൊവിനോ കമ്പനി പൂട്ടിപ്പോയോ എന്ന്. ഇതിന്റെ ഉത്തരം ഇല്ല എന്നും ഉണ്ട് എന്നുമാണ്. നൊവിനോ എന്ന ബ്രാൻഡ് പൂട്ടിപ്പോയി. എന്നാൽ അത് നിർമ്മിച്ചിരുന്ന കമ്പനി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. വഡോദരയിലെ മകർപുരയിലുള്ള ആ പഴയ ഫാക്ടറി ഇന്നും അവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ പാനസോണിക്കിന്റെ ബോർഡാണുള്ളത്. ആ പ്രദേശത്തുള്ളവർക്ക് ഇന്നും അത് നൊവിനോ കമ്പനിയാണ്. വഡോദരയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ നൊവിനോ ബാറ്ററി സ്റ്റോപ്പ് എന്ന് ഇന്നും പറയാറുണ്ട്. അത്രയേറെ ആഴത്തിൽ ആ പേര് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഫാക്ടറികൾക്ക് മുന്നിലുള്ള കടകൾക്ക് പോലും ഓപ്പോസിറ്റ് നൊവിനോ ബാറ്ററി എന്നാണ് വിലാസം എഴുതുന്നത്. എങ്കിലും ചില സങ്കടകരമായ കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു. കാലം മാറിയപ്പോൾ ബാറ്ററികളുടെ ഉപയോഗം കുറഞ്ഞു. പണ്ട് എല്ലാ വീടുകളിലും വലിയ ടോർച്ചുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ ബാറ്ററികൾ ഇടുമായിരുന്നു. ഇന്ന് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ ടോർച്ചുണ്ട്. റേഡിയോ കേൾക്കാനും ഫോൺ മതി. കളിപ്പാട്ടങ്ങൾ മിക്കതും റീചാർജ് ചെയ്യാവുന്നവയായി. അതിനാൽ പഴയ ഡ്രൈസെൽ ബാറ്ററികൾക്ക് ഡിമാൻഡ് കുറഞ്ഞു. ഇത് കമ്പനിയെ ബാധിച്ചു. വഡോദരയിലെ ഫാക്ടറിയിൽ പലപ്പോഴും ഉൽപാദനം കുറയ്ക്കേണ്ടി വന്നു. കോവിഡ് വന്ന സമയത്ത് ഫാക്ടറി അടച്ചിടേണ്ടി വന്നു. തൊഴിലാളികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. എങ്കിലും കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടിയിട്ടില്ല. പാനസോണിക് എനർജി ഇന്ത്യ എന്ന പേരിൽ അവർ ഇന്നും വിപണിയിൽ സജീവമാണ്. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത പുതിയ തരം ബാറ്ററികൾ അവർ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു കമ്പനി പേര് മാറ്റുമ്പോൾ അല്ലെങ്കിൽ വിദേശ കമ്പനി ഏറ്റെടുക്കുമ്പോൾ തൊഴിലാളികൾക്ക് പലപ്പോഴും ആശങ്കയുണ്ടാകാറുണ്ട്. നൊവിനോയുടെ കാര്യത്തിലും ചെറിയ തോതിൽ ഇത് സംഭവിച്ചു. പഴയ മാനേജ്മെന്റ് മാറിയപ്പോൾ പുതിയ രീതികൾ വന്നു. ചിലപ്പോൾ ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടായി. വഡോദരയിലെ ഗിഫ്റ്റ് സിറ്റിക്ക് സമീപമുള്ള ചില പഴയ കെട്ടിടങ്ങളും ഗോഡൌണുകളും ഇപ്പോൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ഇത് കാണുമ്പോൾ പഴയ പ്രതാപം ഓർമ്മ വരും. എങ്കിലും നൊവിനോ ഒരു പരാജയപ്പെട്ട ബിസിനസ് ആയിരുന്നില്ല. അത് പണമില്ലാത്തതുകൊണ്ട് പൂട്ടിപ്പോയതല്ല. അത് ആഗോളവൽക്കരണത്തിന്റെ ഇരയാണ്. ഒരു വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങുന്നത് പോലെ പാനസോണിക് എന്ന വലിയ ബ്രാൻഡ് നൊവിനോ എന്ന ചെറിയ ബ്രാൻഡിനെ ഉള്ളിലാക്കി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നൊവിനോ എന്ന പേര് മാറിയെങ്കിലും ആ കമ്പനി സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തി. അതുകൊണ്ടാണ് അവർ ഇന്നും നിലനിൽക്കുന്നത്. സിങ്ക് കാർബൺ ബാറ്ററികളിൽ നിന്ന് ആൽക്കലൈൻ ബാറ്ററികളിലേക്ക് അവർ മാറി. നൊവിനോ എന്ന പേര് ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പഴയ കാലത്തെ പ്രവർത്തനത്തിന്റെ ഗുണമാണ്. ഒരു ഉൽപ്പന്നം വെറും വസ്തുവല്ല, അത് ജനങ്ങളുടെ വികാരമാണ് എന്ന് നൊവിനോ തെളിയിച്ചു. ഇന്ന് നിങ്ങൾ ഒരു കടയിൽ പോയി നൊവിനോ ബാറ്ററി ചോദിച്ചാൽ കടക്കാരൻ നിങ്ങൾക്ക് പാനസോണിക് ബാറ്ററി എടുത്തു തരും. ഇത് തന്നെയാണ് പഴയ നൊവിനോ എന്ന് അദ്ദേഹം പറയും. നിയമപരമായി അത് ശരിയാണ്. ലഖൻപാൽ നാഷണൽ എന്ന കമ്പനി തന്നെയാണ് ഇന്ന് പാനസോണിക് എനർജി ഇന്ത്യ ആയി മാറിയത്. ഓഹരി വിപണിയിൽ ഇന്നും ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാഭത്തിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ പഴയ ആ കറുപ്പും സ്വർണവും നിറമുള്ള ബാറ്ററി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. DD ലഖൻപാൽ എന്ന മനുഷ്യന്റെ സ്വപ്നമായിരുന്നു ആ പേര്. ജപ്പാൻകാരുമായി കൈകോർത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു അവസാനം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. സ്വന്തം കമ്പനിയുടെ പേര് തന്നെ മാറ്റി വിദേശ കമ്പനിയുടെ പേര് സ്വീകരിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ സങ്കടകരമായ കാര്യമായിരിക്കാം. പക്ഷേ ബിസിനസ്സിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നൊവിനോ ബാറ്ററിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒറ്റ വരിയിൽ ഉത്തരമില്ല. അത് മരിച്ചിട്ടില്ല, പക്ഷെ രൂപം മാറി. നൊവിനോ എന്ന പേര് ചരിത്രമായി. പക്ഷേ അത് നിർമ്മിച്ച ഫാക്ടറിയും തൊഴിലാളികളും ഇന്നും മറ്റൊരു പേരിൽ ജീവിക്കുന്നു. ഇന്ത്യൻ വിപണിയിലെ ഒരു ഇതിഹാസമായിരുന്നു നൊവിനോ. കുട്ടിക്കാലത്ത് ആ ബാറ്ററികൾ കളിപ്പാട്ടത്തിലിടുമ്പോൾ കിട്ടിയിരുന്ന സന്തോഷം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാലം മുന്നോട്ട് പോകുമ്പോൾ പഴയ പലതും വഴിമാറും. എവറഡിയും നിപ്പോയും ഇപ്പോഴും അതേ പേരിൽ തുടരുന്നു. എന്നാൽ നൊവിനോ മാത്രം പാനസോണിക് ആയി മാറി. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ നൊവിനോയുടെ സ്ഥാനം എന്നും വലുതായിരിക്കും. നൊവിനോയുടെ കഥ വെറും ഒരു ബാറ്ററിയുടെ കഥയല്ല, അത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.